ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും എത്തി പുതിയ വിഭവമായി. നിങ്ങൾക്കിഷ്ടമാണോ നെയ്ച്ചോറും ബീഫ് കറിയും? എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫ് കറിയും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇന്നത്തെ സ്പെഷ്യലായ നെയ്ച്ചോറും ബീഫ് കറിയാണ് അതുണ്ടാക്കുന്നത്. അതിനാവശ്യമായ 3 ഗ്ലാസ് ബസുമതി റൈസ്, നെയ്യ്, ഡാൽഡ, 6 സബോള മുറിച്ചത്, മല്ലിയില, പുതിന, വേപ്പില, ഗരം മസാല, ഒരു കഷ്ണം നാരങ്ങ, ചെറുനാരങ്ങ, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, മുളക് ചതച്ചത്, ഉപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി. നേരത്തെ കഴുകി വാല വെക്കണം അരി. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അതിൽ ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, ഒരു കഷ്ണം സ്കിന്നോടുകൂടി ഇടാം. അത് നല്ല അരിയാണെങ്കിലാണ് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം. നല്ല കൊഴുപ്പുള്ള അരി കഴിക്കുമ്പോൾ കൊഴുപ്പുള്ളതാണെങ്കിൽ 4.5 ഗ്ലാസ് വെള്ളം മതി. ഈ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പും ചെറുനാരങ്ങ നീരും ഒരു കഷ്ണം സ്കിന്നോണ്ടുള്ള. ഉരുളി അടുപ്പത്ത് വെച്ച് കത്തിക്കുക. എന്നിട്ട് ഡാൽഡ ഇടാം. ഉരുകി വരും വരട്ടെ. ഡാൽഡ ഉരുകി ശരിയായി. ഇനി ആവശ്യമുള്ള സബോള അയച്ചിടാം. വളരെ വാടി നന്നായി വന്നു. ഇനി ഇതിന് വറുത്തിടാനുള്ളത് ഇതിന് കുറച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതോടൊപ്പം തന്നെ ദോശക്കല്ല്, ഇരുമ്പിൻ്റെ ദോശക്കല്ല് ചൂടാക്കിയിടാം. അത് ദമ്മിടാനാണ്. ഇനി ഇതിലേക്ക് മസാല, ഗരം മസാല, ഗരം മസാല ഇട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്,
മല്ലിയിലയും പുതിനയിലയും. അല്ല കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക. എന്നാലല്ലേ നെയ്ച്ചോറാവുള്ളൂ. നന്നായി മറ്റേ മുരിഞ്ഞ് വരുമ്പോൾ എല്ലാനും മൊരിഞ്ഞ് വരുമ്പോൾ അരിയിടാം. അരി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പകുതി ചുമപ്പാവുമ്പോൾ മുന്തിരി ഇടാം.
കോരി മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിൽ. വഴറ്റി വെച്ചിരുന്ന സബോള ഫ്രൈ ചെയ്തത് ദമ്മ ഇട്ടത് ഏതാണ്ട് ശരിയായി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. സബോള വറുത്തു അതൊരു പാത്രത്തിൽ മാറ്റി ഇങ്ങനെ ദോശ ചെയ്യാം. നെയ്ച്ചോറിന് എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ബീഫ് കറിയാണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പം അതുണ്ടാക്കാം. ബീഫ് കറിക്ക് ഇറച്ചടുപ്പത്ത് വയ്ക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ട് തിരുമ്പി അടുപ്പത്ത് വയ്ക്കും. സ്റ്റവ് ഓണാക്കി കുക്കർ വെന്ത് വിസിൽ വന്ന് ഇറക്കി വെച്ച് ആവശ്യമായ പൊടികൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞളിട്ട് വേവിച്ചതാണ്, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഗ്രേവിയിലേക്ക് വരണം. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി 2 ടീസ്പൂൺ, കുഞ്ഞു ടീസ്പൂൺ മസാല, 3 സബോള അരിഞ്ഞത്, 3 പച്ചമുളക്, വേപ്പില. ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ച ഇറച്ചി റെഡി പാകമായി. ഇനി അത് ഗ്രേവി കൂട്ടി താളിച്ചെടുക്കണം. വെച്ച് സ്റ്റവ് ഓണാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച 3 സബോള ഇടാം. അതോടൊപ്പം വേപ്പില.
നെയ്ച്ചോറിന് എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ബീഫ് കറിയാണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പം അതുണ്ടാക്കാം. ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ആഡ് ചെയ്യാം. നമ്മളോട് വാടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച പൊടികൾ, മസാലപ്പൊടികൾ, മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഗരം മസാല പൊടിച്ചത് അങ്ങനെ ഇടണം. പൊടികളൊക്കെ ഇട്ട് മൊരിഞ്ഞ് ഇനി വേവിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് ആഡ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല മല്ലിയിലയും പുതിന ഞാൻ നട്ടു വളർത്തിയതാണ്. അതും കൂടി ഇടുമ്പോൾ നല്ലൊരു മണവും സ്വാദും കിട്ടും. ഇനി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു ചെറിയ കഷ്ണം 2 തുള്ളി നാരങ്ങ തുള്ളി ലെമണും കൂടി പിഴിഞ്ഞൊഴിച്ചാൽ നല്ല സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി. നെയ്ച്ചോറിനുള്ള സല്ലാസ് ഞാൻ ഉണ്ടാക്കണം. സൂപ്പറായിട്ടുണ്ട് എല്ലാവരും. നമുക്ക് നെയ്ച്ചോറ് പൊട്ടിക്കാം. ദമ്മെടുത്തു. അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാള വറുത്ത് വെച്ചത്, സ്വാദിഷ്ടമായ നെയ്ച്ചോറ് റെഡി.
നെയ്ച്ചോറ് റെഡി. എനിക്ക് വിശന്നിട്ട് പാടില്ല. ഞാൻ തിന്നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. എല്ലാ കുട്ടികളും ഉണ്ടാക്കി നോക്കണേ. ബൈ ബൈ.